മഴ പെയ്ത് ചക്കയിലെല്ലാം വെള്ളം കടന്നു പോയി. എന്നാൽ ഒട്ടും വിഷമിക്കേണ്ട. നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി വെച്ചാൽ എത്ര കാലം വേണമെങ്കിലും കേടാവാതെ സൂക്ഷിച്ച് വെക്കാനും പറ്റും. നമുക്ക് ചക്ക വിഭവങ്ങളൊക്കെ എപ്പം വേണമെന്ന് തോന്നുന്നോ അന്നേരമൊക്കെ ഉണ്ടാക്കി കഴിക്കാനും പറ്റും. ഇത് പലഹാരം ഉണ്ടാക്കാൻ മാത്രമല്ല, നമുക്ക് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ ബ്രെഡിലൊക്കെ നമ്മൾ ജാമെല്ലാം പുരട്ടി കഴിക്കുമ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ പഴഞ്ചക്ക കൊണ്ടും വരിക്കച്ചക്ക കൊണ്ടും നമുക്ക് ഇതേപോലെ ചക്ക വരട്ടിയെടുക്കാം കേട്ടോ. ഞാനിവിടെ പഴഞ്ചക്ക വെച്ചാണിത് വരട്ടിയെടുത്തത്. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ വലിയൊരു കഷ്ണം പഴഞ്ചക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂഞ്ഞൊക്കെ കളഞ്ഞ ശേഷം നമുക്കിതൊന്ന് ഇരിഞ്ഞൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചക്കച്ചുളയൊക്കെ നന്നായിട്ട് ഇരിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മഴയത്തുള്ള ചക്കയാണ് കേട്ടോ. എന്നാലും മധുരമുണ്ട്, അത്യാവശ്യം നല്ല മധുരമുണ്ട്. നല്ല മധുരമുള്ള പഴഞ്ചക്കയായിരുന്നു ഇത്. വെള്ളം കിടന്നുകൊണ്ട് വേനൽക്കാലത്തുള്ള അത്ര മധുരം ഉണ്ടാവില്ല, എന്നാലും മധുരമുണ്ട്. ഇനി ഞാനിതെല്ലാം ഇരിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ കുരു എല്ലാം കളഞ്ഞ് നമുക്കിത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. കുക്കറിലിട്ട് ഒറ്റ വിസിൽ വന്നാൽ മതി. അപ്പോഴേക്കും നമ്മുടെ ചക്കയൊന്ന് വേവും. അതിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിച്ച് പോകും, കുക്കറിൻ്റെ അടിക്ക് പിടിച്ച് പോകും. ഞാനിത് വേവിക്കാനായിട്ട് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അതേസമയം തന്നെ ഒരു പാത്രത്തിലേക്ക് ഇതിന് വേണ്ട ശർക്കര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഴക്കാലത്ത് ചക്ക ആയതുകൊണ്ട് നമുക്ക് മധുരം കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം, ശർക്കര കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 3/4 കിലോ ശർക്കരയാണ് ഇട്ട് കൊടുത്തത്. അതിനനുസരിച്ചുള്ള ചക്കയാണ് എടുത്തത്. എന്നിട്ട് അല്പം വെള്ളം ഒഴിച്ച് നമുക്കിത് നല്ലോണം ഒന്ന് ഉരുക്കി മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ചക്കയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനതൊന്ന് ചൂടാറിയ ശേഷം ഒന്ന് അരച്ച് എടുക്കുന്നുണ്ട്. അരയ്ക്കാതെ നമുക്ക് ചക്ക വരട്ടിയെടുക്കാം കേട്ടോ. എന്നാലും ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ച ശേഷമാണ് ഇത് തയ്യാറാക്കുന്നത്. എന്നിട്ട് നമുക്കിത് ഉരുളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുഴുവനും. ഇനി ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത ശേഷം ആ ഉരുളി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉരുക്കി അരിച്ച് വെച്ച ആ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതേപോലെയാണ് ഞാൻ അരച്ച് വെച്ചത്. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ ഉരുക്കി വെച്ച ശർക്കര പാനി മുഴുവൻ അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇളക്കി ഇനി വരട്ടി എടുക്കണം. അത് കുറച്ച് സമയം എടുക്കും നമ്മുടെ ചക്ക നല്ലോണം ഒന്ന് വരണ്ട് കിട്ടാനായിട്ട്. അത്രയും സമയം നമ്മൾ കൈ വെക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം. ആദ്യം നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ആദ്യം കുറച്ച് തീ കൂട്ടിയിട്ടങ്ങ് ഇളക്കി കൊടുക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു പകുതിയൊക്കെ ആകുമ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ച് നല്ലോണം ഒന്ന് വരട്ടിയെടുക്കാം. അധികം ആൾക്കാരും മഴക്കാലത്തുണ്ടാകുന്ന ചക്ക കളയാറാണ് പതിവ്. ഇനി നിങ്ങൾ കളയാതെ ഇതേപോലെ ഉണ്ടാക്കി വെച്ച് നമുക്ക് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ചക്ക ഇല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഇത് വെച്ച് ചക്കയടയും ചക്കയുണ്ടയും എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. ചക്കയപ്പൊക്കെ ഉണ്ടാക്കാം. ഇത് ഉണ്ണിയപ്പല്ലേ, അതെല്ലാം ഇത് വെച്ച് തയ്യാറാക്കാൻ പറ്റും. ഇനി ഞാനതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു വെള്ളം ചൊവ്വയൊക്കെ മാറാനായിട്ടാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ചക്ക വരട്ടിയതിൻ്റെ കളറെല്ലാം മാറി വരുന്നുണ്ട്, കുറുകി വരുന്നുണ്ട്. ഇനി ഒന്നുകൂടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കായ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കായ മിക്സിയുടെ ജാറിൽ ഒരല്പം പഞ്ചസാര കൂടി ഇട്ട് പൊടിച്ചെടുത്തതാണ്. അതിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആദ്യം 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ നെയ്യ് ഈ ചക്കയുടെ എല്ലാ ഭാഗത്തും അങ്ങാവും. പിന്നെ നമ്മൾ നെയ്യ് ഒഴിച്ചത് അറിയാനേ ഉണ്ടാവില്ല. കണ്ടില്ലേ, നെയ്യ് കാണുന്നേ ഇല്ല. ഇനി കുറച്ചുകൂടി സമയം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് വരണ്ട് നല്ല പാകമായി വരുന്തോറും ഇതിൻ്റെ കളർ അങ്ങ് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. വീണ്ടും ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മൊത്തം ഞാൻ 5 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുത്തത്. ഇനി നമുക്ക് വീണ്ടും ഇത് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. നമ്മുടെ ചക്ക വരട്ടിയത് തയ്യാറാകുമ്പോൾ കണ്ടില്ലേ, പാത്രത്തിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരും. കളറൊക്കെ നല്ലോണം മാറി വന്നത് കണ്ടില്ലേ. ഇപ്പോൾ നേരത്തെ കണ്ട കളറല്ലല്ലോ, നല്ല ഡാർക്ക് കളറായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചക്ക വരട്ടിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല കളറും വെച്ച് നമ്മുടെ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്.
ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കണം. നമുക്കിത് ചൂടാറിയ ശേഷം ഒരു കുപ്പിയിലേക്ക് മാറ്റി ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ വർഷങ്ങളോളം കേടാവാതിരിക്കും. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുപോലെ. സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.